മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് അനു ജോസഫ്. മിനിസ്ക്രീനിലൂടെയും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും താരം മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറുകയാണ്. മിനിസ്ക്രീനിലൂടെയാണ് അനു ജോസഫ് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയത്. കൈരളിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കാര്യം നിസാരം എന്ന സീരിയലിലാണ് അനുവിനെ ജനപ്രിയമാക്കിയത്. പിന്നീട് വെള്ളിമൂങ്ങ അടക്കമുള്ള നിരവധി സിനിമകളിലും ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളിലും അനു പങ്കെടുക്കുകയാണ് ഉണ്ടായത്. 5 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും അനുവിനുണ്ട്. തിരുവനന്തപുരത്ത് ബിഗ് ബോസ് സീസൺ 6 ഫെയിം അസി റോക്കിയുമായി ചേർന്ന് വീട് നിർമ്മിച്ച ശേഷം ഏറെയും സമയം അനു തിരുവനന്തപുരത്ത് തന്നെയാണ് ഉണ്ടാവാറ്. അസി റോക്കിയും അനുവും ചേർന്ന് ടച്ച് ഓഫ് ഇങ്ക് എന്ന പേരിൽ ഒരു ടാറ്റു പാർലറും ടാറ്റുവിംഗ് പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്നുണ്ട്. ഇത്തവണത്തെ അനുവിന്റെയും ഓണം റോക്കിക്കൊപ്പം തിരുവനന്തപുരത്തായിരുന്നു. ടച്ച് ഓഫ് ഇങ്കിലെ ജീവനക്കാർക്കൊപ്പം ഓണം ആഘോഷിക്കുന്ന വ്ളോഗ് അനു സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ടു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ രീതിയിലാണ് അനുവും റോക്കിയും തങ്ങളുടെ സ്ഥാപനത്തിൽ ഓണം ആഘോഷിച്ചത്. പൂക്കളവും സദ്യയും മാത്രം അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഓണാഘോഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് വ്ളോഗ് അനു ആരംഭിച്ചത്. റോക്കിയുടെ കിടിലൻ ഓണാശംസയും വ്ളോഗിൽ അനു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ സ്ഥാപനത്തിലെ ഉത്തരേന്ത്യക്കാരായ ജീവനക്കാർക്ക് ഓണസദ്യ കഴിക്കുന്ന രീതി റോക്കി പഠിപ്പിച്ചു കൊടുക്കുന്നതും ഓണം സ്പെഷ്യൽ വ്ളോഗിൽ കാണാം. റോക്കിയുടെ ടച്ച് ഓഫ് ഇങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനുവും ടാറ്റുവിംഗ് പഠിക്കാനായി ചേർന്നിരുന്നു. അന്നു മുതലുള്ള സൗഹൃദമാണ് ഇരുവരും തമ്മിൽ. ആ കഥയൊക്കെ വളരെ വലുതാണെന്നും വിവരിച്ചാൽ തീരില്ലെന്നും പുതിയ വ്ളോഗിൽ അനു പറഞ്ഞു. ബിഗ് ബോസ് സീസൺ 5 വൈൽഡ് കാർഡായിരുന്നു അനു ജോസഫ്. അസി റോക്കി സീസൺ 6 മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഹൗസിൽ 2 ആഴ്ച മാത്രമേ തികയ്ക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനിടയിൽ സഹമത്സരാർത്ഥിയെ മർദ്ദിച്ചതിന്റെ പേരിൽ റോക്കി പുറത്തായി. അതുവരെ ഹീറോയായി നിന്നിരുന്ന റോക്കിക്ക് ആ സംഭവത്തിനു ശേഷം പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജാണ്. ആ നെഗറ്റീവ് ഇപ്പോൾ റോക്കിയുടെ സുഹൃത്തെന്ന പേരിൽ അനുവിനും ലഭിക്കുന്നുണ്ട്. കാസർഗോഡുള്ള കുടുംബത്തെ കാണാൻ പോയില്ലേ എന്നതടക്കമുള്ള സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള ചോദ്യങ്ങളും അനുവിനോട് ആരാധകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട്. അനു തിരുവനന്തപുരത്ത് പണി കഴിപ്പിച്ച വീട് റോക്കിയുടേതാണെന്നാണ് ബിഗ് ബോസ് വെച്ച് റോക്കി പറഞ്ഞത്. അതും വിവാദമായിരുന്നു. പിന്നീട് ഇരുവരും ചേർന്ന് അതിന് വിശദീകരണം നൽകിയിരുന്നു. 6 വർഷത്തെ സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ. അതിനൊപ്പം ബിസിനസ് പാർട്ട്നേഴ്സുമാണ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച വീടാണത്. പക്ഷേ താമസത്തിന് വേണ്ടിയല്ല, ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് അനുവും റോക്കിയും പറഞ്ഞത്. ബന്ധങ്ങൾ നിലനിർത്താൻ അറിയില്ലെന്നതിനാൽ വിരലെണ്ണാവുന്ന സൗഹൃദങ്ങൾ മാത്രമേ തനിക്കുള്ളൂവെന്നും അതിലൊരാളാണ് അനുവെന്നും അസി റോക്കി അടുത്തിടെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇടക്കാലത്ത് വിദേശയാത്ര പോയപ്പോൾ 6 മാസത്തോളം അനു യൂട്യൂബിൽ ആക്റ്റീവ് ആയിരുന്നില്ല. പഴയതുപോലെ ആക്റ്റീവായി വീഡിയോ ഇടണമെന്ന് ഇപ്പോഴും നടിയോട് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല കമന്റ് ബോക്സുകളിൽ റോക്കിയുമായുള്ള വീഡിയോ കാണുമ്പോഴെല്ലാം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന തരത്തിലുള്ള വാർത്തകളും എത്തിയിരുന്നു. നിരവധി ആരാധകരാണ് നിങ്ങൾ പ്രണയത്തിലാണോ, വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. എന്നാൽ അതിന് മാത്രം അനുവും റോക്കിയും ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല.